Good morning. Okay. കുട്ടികളായി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് മെസ്സേജ് വന്നായിരുന്നോ? നാളെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. ട്യൂസ്ഡേയിലെ ടൈം ടേബിൾ ആയിരിക്കും കേട്ടോ. വന്നിട്ടുണ്ട് അല്ലെ? ആ ഓക്കെ. നാളെ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. നാളെ ട്യൂസ്ഡേയിലെ ടൈം ടേബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ. ആ വന്നു. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞ ഫിസിക്കൽ എക്സാമിനേഷൻ അതിന്റെ മെത്തേഡ്സ് ആണ് അല്ലെ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡ്രഗ് ടെസ്റ്റിംഗ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, HIV ആൻഡ് AIDS ടെസ്റ്റിംഗ്, ജെനറ്റിക് ടെസ്റ്റിംഗ്. അങ്ങനെ 4 എണ്ണമാണ് പറഞ്ഞത്. ഇത് മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഒരു ഫിസിക്കൽ എക്സാമിനേഷന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്? എന്താണ് ഇമ്പോർട്ടന്റ്? എന്തിനാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്? ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് എലിമിനേറ്റ്സ് candidates that are not physically able to perform basic function of the job. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരം കയറുന്നവരൊക്കെ ജോയിൻ ചെയ്തല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞ? അപ്പൊ എന്തിനാണ് ഈ ഫിസിക്കൽ എക്സാമിനേഷന്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഒന്നാമത് നോക്കിയേ? ഇറ്റ് എലിമിനേറ്റ് ദ കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ. എങ്ങനെയുള്ളവരെ? എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയാ? that are not physically able to perform basic function of the job. ആ ജോലിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയില്ലാത്ത, ഫിസിക്കലി ഏബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് ആ ജോലിക്ക് അവൻ ആപ്റ്റ് അല്ല, അതിന് പറ്റില്ല, ഫിസിക്കലി അവൻ ഫിറ്റ് അല്ല, അങ്ങനെയുള്ളവരെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നോക്കിയേ, എക്സിസ്റ്റിംഗ് എബിലിറ്റീസ് ആർ ഡിസ്കവേർഡ് ബൈ ഫിസിക്കൽ എക്സാമിനിങ് ദ കാൻഡിഡേറ്റ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? നമുക്ക് നിലവിലുള്ള കഴിവുകൾ, ആ കാൻഡിഡേറ്റ്സിന്റെ നിലവിലുള്ള കഴിവുകൾ കണ്ടെത്താനും പറ്റും. ഫിസിക്കൽ എക്സാമിനിങ് ദ കാൻഡിഡേറ്റ്സിനെ ഫിസിക്കൽ എക്സാമിനേഷൻ അത് നടത്തുന്നതിലൂടെ അവന്റെ നിലവിലുള്ള കഴിവുകൾ അതിനെ നിലനിർത്താൻ പറ്റും. At the time of hiring, it helps the organization to gather the information related to the employee's health. പിന്നെ എന്താ? നമ്മൾ ആ ഹയറിംഗ് എന്ന് പറഞ്ഞ എന്താ? നിയമിക്കുക. ആ ജോലിയിൽ നിയമന സമയത്ത് ആ ഒരു സ്ഥാപനത്തിന് എംപ്ലോയിയുടെ ഹെൽത്തിനെ കുറിച്ച്, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് ശേഖരിക്കാനും പറ്റും. കണ്ടോ? ആ നിയമന സമയത്ത് ആ ഓർഗനൈസേഷന് ആ എംപ്ലോയിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഹെൽത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ പറ്റും. The main objective behind the physical examination is to save the companies from various legal and ethical matters related to workman's compensation. വർക്ക്മാന്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്നും കമ്പനിയെ സേവ് ചെയ്യാനും ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾ ആ ജോലിയിലേക്ക് ആക്കി ആ ജോലി കയറി കഴിയുമ്പോ എന്താ പറയാ, നിയമപരമായി അത് ആ റൂള് ഇന്നത് ഫിറ്റ് ആവണം എന്നൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നോക്കാതെ അയാളെ ജോലിയിലേക്ക് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അയാൾക്ക് എന്താണ്, കമ്പനിക്ക് എന്തിനു വേണമെങ്കിൽ പരാതി കൊടുക്കാം അല്ലെ? അപ്പൊ ആ കമ്പനിക്ക് ചിലപ്പോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരാം. എന്നുവെച്ചാൽ അയാൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ പോസ്റ്റിലേക്ക് ഇടാൻ പറ്റുള്ളൂ.
ഉണ്ടോ? അപ്പൊ അങ്ങനെ കമ്പനീനെ സേവ് ചെയ്യാനും പറ്റുന്ന എന്തിൽ നിന്ന് പലതരത്തിലുള്ള ലീഗൽ എത്തിക്കൽ മാറ്റേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ടു വർക്ക്മാൻസ് കോമ്പൻസേഷൻ, വർക്ക്മാന്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കമ്പനീനെ സംരക്ഷിക്കാൻ ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ കാൻഡിഡേറ്റ്സിന് നിലവിലുള്ള കഴിവുകളില്ലേ അത് കണ്ടെത്താനും എക്സിസ്റ്റിംഗ് എബിലിറ്റീസ് അത് കണ്ടെത്താനും ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? Those infected with the deadly disease are excluded from recruitment. എന്താ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കുക. ഡെഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മാരകമായിട്ടുള്ള രോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരെ നമുക്ക് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ, ഒഴിവാക്കി നിർത്താനും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അവന് ഭയങ്കര മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ട്, അപ്പൊ അവരെ അവിടെ നിന്ന് അതിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. പിന്നെ നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഇറ്റ് protects job applicants from performing the jobs that are dangerous and prejudicial to their health. അപ്പൊ അവർക്കടെ ആ കാൻഡിഡേറ്റ്സിന്റെ ആരോഗ്യത്തിന് അപകടമായിട്ടുള്ള, പ്രിജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ ദോഷകരമായിട്ടുള്ള, അപകടകരമായ ദോഷകരമായിട്ടുള്ള, അവന്റെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നതിൽ നിന്ന് ജോബ് ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രം അവിടെ നമ്മളെ ജോബ് വേക്കൻസിയിലേക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആപ്ലിക്കൻസിനെ സംരക്ഷിക്കാൻ പറ്റും. പ്രൊട്ടക്ട് ജോബ് ആപ്ലിക്കൻസ് ഇതിൽ നിന്ന് ആ പല ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ദോഷകരമായിട്ടുള്ള ജോലി, അവരുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് അപകടകരമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നതിൽ നിന്ന് ജോബ് ആപ്ലിക്കൻസിനെ സംരക്ഷിക്കാൻ പറ്റും. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് കാൻഡിഡേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദർ ഹെൽത്ത് ഇഷ്യൂസ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അതിലേക്ക് പോസ്റ്റ് ചെയ്യാത്ത രീതിയിലേ ഇതാണ് പ്ലേസിംഗ്. ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് കാൻഡിഡേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഹെൽത്ത് ഇഷ്യൂസ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ട് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ കാൻഡിഡേറ്റ്സ് വിത്ത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് വിൽ ബി പ്ലേസ്ഡ് ഇൻ എ ജോബ് വിച്ച് ഈസ് ലെസ് exposed to high levels of dust or irritating fumes. For example, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ? ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇപ്പൊ ശ്വാസ സംബന്ധമായിട്ടുള്ളതാ അല്ലെ, ലെക്സിനൊക്കെ വരുന്നതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അപ്പൊ ഇങ്ങനെ ശ്വസന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ ഈ രോഗമുള്ള ഒരാളെ നമുക്ക് പൊടിപടലങ്ങളൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ഫ്യൂംസ്, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പുകകളൊക്കെ ഉള്ള അങ്ങനെയുള്ള ഹൈ ലെവൽ ആ ജോലിയിൽ നിന്ന് അവരെ മാറ്റാൻ പറ്റും. കണ്ടോ? അങ്ങനെ ആ കുറഞ്ഞ് അതിന് അങ്ങനെ ആ പുകയും പൊടിയും ഇതൊക്കെ കുറവുള്ള ഒരു പ്ലേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അവരുടെ അസുഖങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് ഈ ശരിയായ പ്ലേസിൽ അവരെ പ്ലേസ് ചെയ്യാനും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉള്ള ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ പൊടിപടലങ്ങളോ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പുകകളോ അങ്ങനെയുള്ള അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? അവരെ മാറ്റാൻ പറ്റും. അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? നോക്കി 5 പോയിന്റ്സും. അപ്പൊ നിങ്ങളിത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ. അവിടെ നമ്മള് സിഗ്നിഫിക്കൻസിൽ വന്നത് ഏത് വരാത്തത് ഏതെന്നൊക്കെ നോക്കാം. എന്തായാലും നമുക്കിത് വായിക്കുമ്പോ അറിയാലോ ആ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഒരു ഇമ്പോർട്ടൻസ്, ആ സിഗ്നിഫിക്കൻസ് ആണ് ആ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് എലിമിനേറ്റ്സ്, ഇറ്റ് എലിമിനേറ്റ്സ്. എന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ എലിമിനേറ്റ്സ് കാൻഡിഡേറ്റ്സ് that are not physically able. ഫിസിക്കലി ഏബിൾ എന്ന് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഫിസിക്കൽ എക്സാമിനേഷൻ ഇറ്റുന്നുള്ളടത്ത് ചിലപ്പം അങ്ങനെ ചോദിക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ ആ ഒബ്ജക്റ്റീവ്സ് ഇല്ലേ, മെയിൻ ഒബ്ജക്റ്റീവ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ അതുപോലെ നിറ്റ് പ്രൊട്ടക്ട് എന്ന് ഫോർത്ത് പോയിന്റ് പറയില്ലേ, അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ.
അതെന്താണ്? ഡാഷ് പ്രൊട്ടക്ട്സ് ജോബ് ആപ്ലിക്കൻസ്, അതിന് വേണ്ടിയൊക്കെ ചോദിക്കാം. പിന്നെ ലാസ്റ്റ് സെന്റൻസിലും ആ ഇറ്റുന്നുള്ളിടത്ത് ആ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എക്സാമ്പിള് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് നോക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. എന്താണ് റെഫറൻസ് ചെക്ക് എന്ന് പറയാം? ഇപ്പൊ നമ്മള് കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് ഒന്ന് റെഫർ ചെയ്യൂലേ അല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ വേണമെങ്കിൽ അല്ലെ. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അവര് റെഫർ ചെയ്യാണ്. ഇതാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ്, അതായത് നമ്മൾ റിക്രൂട്ട്മെന്റിൽ ഒരു രീതി തന്നെയാണ് കേട്ടോ ഈ റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, അത് അവന്റെ പ്രീവിയസ് എംപ്ലോയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. മുന്നേ ജോലി ചെയ്ത സ്ഥാപനം അല്ലെങ്കിൽ അവിടത്തെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാണ് ഈ കമ്പനി. അതാണ് മുൻ എംപ്ലോയറുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു ഈ റെഫറൻസ് ചെക്കിൽ. The process of collecting and verifying criminal records, commercial records and financial records of an individual is known as reference check. Underline ചെയ്തോട്ടെ അത്. The process of collecting and verifying criminal records. കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു, അത് വെരിഫൈ ചെയ്യുന്നു. The process of collecting and verifying criminal records, commercial records and financial records of an individual is known as reference check. മനസ്സിലായോ? കളക്ട് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. കളക്ടിങ് ആൻഡ് വെരിഫൈ ക്രിമിനൽ റെക്കോർഡ്സ്, കൊമേഴ്ഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് റെഫറൻസ് ചെക്ക്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇറ്റ് ഈസ് നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ആന്റിസിഡന്റ് ചെക്ക്. അതിന് കൂടി അണ്ടർലൈൻ ചെയ്തേ. റെഫറൻസ് ചെക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു അന്വേഷണം ചെക്ക് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാണ്. ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ മുൻകാല കാര്യങ്ങള്. ഓക്കെ, മുൻകാല ആന്റിസിഡന്റ്, മുൻകാല കാര്യങ്ങള് അതൊക്കെ ചെക്ക് ചെയ്യാണ്. These checks are commonly used in the employer to bring out more information about the candidate's qualification, fitness, character, working, etc. ഈ റെഫറൻസ് ചെക്ക് എന്തിനാ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എംപ്ലോയർ? എന്തിനു വേണ്ടിയിട്ടാണ്? കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന്. എന്തൊക്കെ? കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്, അവന്റെ ആ ജോലിക്ക് ഫിറ്റ് ആണോ, ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട്, അവന്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട്, വർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ ഇൻഫർമേഷൻ എംപ്ലോയറിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ചെക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യട്ടെ അവിടെ. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും തേർഡ് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്യണം. Okay, last നോക്കിയേ. These checks are also used to evaluate the potential hiring risk for safety and security purposes. നമ്മൾ എന്തിനു വേണ്ടി ഇതൊക്കെ ഇങ്ങനെ റെഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ആ ജോലിക്ക് ഇപ്പൊ അവൻ ഫിറ്റ് ആണോ അതൊക്കെ നമ്മളൊന്ന് റെഫർ ചെയ്തിട്ട് കറക്റ്റ് പ്ലേസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവൻ ആ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി, സുരക്ഷയും സുരക്ഷിതത്വം അല്ലെ? അപ്പൊ നമ്മൾ അവരുടെ നിയമന അപകട സാധ്യതയുമായിട്ട് ഇപ്പൊ നമ്മള് ഹയറിംഗിൽ നിയമിക്കുമ്പോൾ അവർക്ക് പറ്റാത്ത ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ അതൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് പോസ്റ്റ് കൊടുക്കാം അല്ലെ? ഇവിടെ evaluate the potential hiring risk for safety and security purposes. The employee antecedent verification tool is used to identify the information given by the candidates in relation to previous employment. അപ്പൊ അവിടെ ഡാഷ് ഇട്ട് ഒന്ന് വെക്കാം കേട്ടോ. എംപ്ലോയി ആന്റിസിഡന്റ് വെരിഫിക്കേഷൻ ടൂൾ എന്തിനാ ഉപയോഗിക്കുന്ന ഈ ടൂൾ? ഇതൊരു ടൂളായിട്ട് എന്തിനാ ഉപയോഗിക്കുന്ന ഈ റെഫറൻസ് ചെക്ക്? ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ് in relation to the previous employment. അവന്റെ മുൻകാല തൊഴില്. അപ്പൊ അവൻ വേറെ സ്ഥാപനത്തിൽ കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവന്റെ മുന്നുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്.
ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഗിവൺ, കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുമായി ബന്ധപ്പെട്ട അവരുടെ പ്രീവിയസ് എംപ്ലോയ്മെന്റ്, മുൻപുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എംപ്ലോയി ആന്റിസിഡന്റ് വെരിഫിക്കേഷൻ ടൂൾ എന്ന് പറയുന്നത്. However, thorough verification of an individual's previous employment reveals several unreported employment falsification about the previous title and the duties and employment gap. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ നമ്മുടെ മുന്നുള്ള ജോലിയുടെ സ്ഥിരീകരണം വഴി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി തൊഴിലുകള്, several unreported employment, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി ഒഴിവുകള്, ഫാൾസിഫിക്കേഷൻ about the previous title, മുൻ തസ്തികയും ചുമതലയുമായി ബന്ധപ്പെട്ടുള്ള ഫാൾസിഫിക്കേഷൻ, വ്യാജവൽക്കരണം, എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് തുടങ്ങിയ കാര്യങ്ങള് നമ്മൾ ഈ ഇതിലൂടെ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ആ പാരഗ്രാഫിലെ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഈ റെഫറൻസ് ചെക്കിങ്ങിന്റെ പർപ്പസ്, ഉദ്ദേശം? ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? ഈ റെഫറൻസ് ചെക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ആവശ്യം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഒന്നാമത്തെ നോക്കിയാൽ അത് 5 പോയിന്റ്സും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തെ എന്താ? വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ ജോബ് ആപ്ലിക്കൻസ്. ഒന്നാമത്തെ എന്താ? എന്തിനാ റെഫറൻസ് ചെക്ക്? എന്തിനു വേണ്ടിയാ? ഈ ജോബ് ആപ്ലിക്കൻസ് നമുക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ വെരിഫൈ ചെയ്യാൻ. അപ്പൊ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും എനിക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ഞാൻ ഇത് പഠിച്ചാണ്, അത് പഠിച്ചതാണ്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് വെറുതെ പറയാം ജോലി കിട്ടാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞ വിവരങ്ങളൊന്ന് വെരിഫൈ ചെയ്യണ്ടേ, അല്ലെ? അതിനുള്ള പ്രൂഫ് വേണം. വെറുതെ വായി കൊണ്ട് പറഞ്ഞ പോരാ. അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്? ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് വെരിഫൈ ചെയ്യാൻ. ക്ലിയർ ആണോ ഒന്നാമത്തെ പോയിന്റ്? ഈ 5 പോയിന്റ്സ് മെയിൻ ഹെഡിങ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കിത്തെ അതിന്റെ റിലേറ്റ് ചെയ്ത് വരുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തെയാണ് ജോബ് ആപ്ലിക്കൻസ് നൽകിയിട്ടുള്ള വിവരങ്ങള് വെരിഫൈ ചെയ്യാൻ. Sometimes job applicants may not give accurate information regarding previous employment. കണ്ടോ, ചില ജോബ് ആപ്ലിക്കൻസ് ഉണ്ട്, അവര് ഭയങ്കര പ്രശ്നക്കാരാ. അവരെന്ത് ചെയ്യുന്നറിയോ? They do not give the accurate information regarding the previous employment. മുന്നുള്ള തൊഴിൽ, employment, education in order to increase their employability. അതായത് അവരുണ്ടല്ലോ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രീവിയസ് മുന്നുള്ള തൊഴില്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിൽ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊഴിൽക്ഷമത എന്നിവയുമായി ബന്ധപ്പെട്ട് അവര് ചിലപ്പോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകൂല. മനസ്സിലായോ? ഇപ്പൊ എഡ്യൂക്കേഷൻ ഞാൻ ഇത് പഠിച്ചാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇതില്ലെങ്കിൽ വെറുതെ വേണമെങ്കിൽ പറയാം, അല്ലെ? അപ്പൊ ചിലര് അങ്ങനെയുണ്ട്, എല്ലാവരും അങ്ങനെയാണല്ല കേട്ടോ. ചില ജോബ് ആപ്ലിക്കൻസ് കറക്റ്റ് ഇൻഫർമേഷൻ അവർ കൊടുക്കണമെന്നില്ല. Thus, the reference is used to verify the information provided by the candidates regarding the previous employment. അത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. Dash is used to verify the information provided by the candidates regarding previous employment. മുൻപുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ വെരിഫൈ ചെയ്യാൻ എന്തുപയോഗിക്കുന്നു? റെഫറൻസ് ഉപയോഗിക്കുന്നു, റെഫറൻസ് ചെക്സ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ അല്ലെ? സൂര്യ, അഖില, നൂറിയ, സൗമ്യ, കാവ്യ, ഐഷ, കുറച്ച് പേര് പറഞ്ഞതാണ്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കിയ എന്താ? നിങ്ങക്ക് ബോറടിക്കണ്ട പിള്ളേരെ? ബോറടിക്കണ്ട? കണ്ടിന്യൂസ് ഇങ്ങനെ പറയുമ്പോ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? നമുക്ക് ഈ എന്താ പറയാ, ഇതാ ഇല്ല മിസ് എന്നൊക്കെ ഇല്ല എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിയാണോ ആവോ? എന്തായാലും എന്താ പറയാ, ഇത് റെക്കോർഡ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ലൈവില് കുറച്ച് പിള്ളേരെ കാണുന്നുള്ളൂ. റെക്കോർഡ് ക്ലാസ് ആണ് ഒത്തിരി പിള്ളേര് കാണുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ ഇടയ്ക്കുള്ള സംസാരമൊക്കെ ഒഴിവാക്കും.
റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനുപരിയായിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിട്ട് കറക്റ്റ് ചെയ്ത് പറഞ്ഞു പോണത്. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടിയ കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാലും സ്ഥിരം കേൾക്കുന്ന കുട്ടികളുടെ പേരുകൾ എന്താ പറയാ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ അറിയാം. പിന്നെ ഡയറക്റ്റ് നിങ്ങൾ കാണാനുള്ളതെന്നുള്ളൂ. എന്തായാലും നമ്മുടെ ക്ലാസ് ഒക്കെ ഓൾമോസ്റ്റ് ആവട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എല്ലാവരും പേഴ്സണൽ ആയിട്ടൊന്നും അറിയില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തമാശയൊക്കെ പറയാം അല്ലെ, ബോറടിക്കുമ്പോൾ. പിന്നെ ഫസ്റ്റ് അവർ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ നിങ്ങൾക്ക്. പിന്നെ ഉച്ച കഴിഞ്ഞുണ്ട്, 1-2 ബാച്ച് ഉണ്ട്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ പിള്ളേരോട് ചോദിക്കും, 1-2 ബാച്ചിലേ നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടുണ്ട് പിള്ളേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് എന്ന് ചോദിക്കും. 2:30 വരെ ആ ഒരു ടൈം അല്ലേ, ഫുഡൊക്കെ കഴിഞ്ഞ് ഉറങ്ങണ സമയമായിരിക്കും ചിലരൊക്കെ. 10:30 കുഴപ്പമില്ല അല്ലെ, നമ്മള് ഫ്രഷ് അല്ലേ. 10:30 അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ എല്ലാവരും കയറണേ ക്ലാസ്സില്. ആ ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ട് വേണോട്ട് ഇരിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കില്ലേ. ബാക്കിയുള്ള ജോലി അവിടെ മാറ്റി വെച്ചേരെ. ഇനി ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കണം കേട്ടോ എല്ലാവരും. ഇനി അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഈ ജോബ് ആപ്ലിക്കൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് റെഫറൻസ് ചെക്ക് ഉപയോഗിക്കാം. രണ്ടാമത് നോക്കിയേ, ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ്. വ്യക്തിപരമായിട്ടുള്ള പരസ്പര കഴിവ്. നോക്കിയേ, ക്യാരക്ടർ സ്വഭാവങ്ങള്, അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ദ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഓഫ് ഈസ് എസെൻഷ്യൽ ഫോർ എനി ജോബ് പ്രൊഫൈൽ. Thus, in that case, the separate category should be present on the reference check in order to obtain detailed information. Interpersonal, നമ്മുടെ വ്യക്തിഗത കഴിവുകൾ എന്ന് പറയുന്നത് ആ ജോബ് പ്രൊഫൈലിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ പറയൂലേ, ചിലതില് എന്താ നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ളത് അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ് അല്ലെ, ഇന്റർപേഴ്സണൽ സ്കിൽസ്. അപ്പൊ അത് എല്ലാ ജോലിക്കും അത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ കേസില് നമ്മള് ഇൻ ദിസ് കേസ് ദ സെപ്പറേറ്റ് കാറ്റഗറി, ഒരു പ്രത്യേക വിഭാഗം അവിടെ ഉണ്ടെന്ന്. ഇതിനു വേണ്ടി ഷുഡ് ബി പ്രസന്റ് ഓൺ റെഫറൻസ് ചെക്ക് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എക്സെട്ര. അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ടെന്ന് റെഫറൻസ് പരിശോധനയില് ഉണ്ടാവും. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ, അതായത് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട് കണ്ടോ. അപ്പൊ അങ്ങനെ ഈ റെഫറൻസ് പരിശോധനയ്ക്കായിട്ട് ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരിക്കണം ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട്. അതിന് എക്സാമ്പിൾ ആണ് HR കോർഡിനേറ്റർ, ഹ്യൂമൻ റിസോഴ്സ് കോർഡിനേറ്റർ, HR ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ ആ പോസ്റ്റ്, അതൊരു പ്രത്യേക സെക്ഷൻ ആണ്. ഇനി മൂന്നാമത്തെയാണ് ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒമിഷൻ, ഒഴിവാക്കുക. നമുക്ക് ചിലപ്പോ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ചില വിവരങ്ങൾ ഉണ്ടാവും. ചിലര് എല്ലാവരും ഭയങ്കര സത്യസന്ധമാവണമെന്നുണ്ടോ? ചിലപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാം അല്ലെ. ഉള്ള സത്യമായിട്ടൊന്നും എല്ലാവരും ചിലപ്പോ ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാം. അപ്പൊ അങ്ങനെ നമ്മള് ഒമിറ്റ് ചെയ്തിരിക്കുന്ന, ഒമിഷൻ, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വിവരങ്ങൾ ചെക്ക് ചെയ്യാൻ. Sometimes the candidates may not give the detail related to their background because they believe that it will reduce their chances of employment. കണ്ടോ, ചില കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവര് നല്ല മിടുക്കന്മാരാണ്. അവരെന്ത് ചെയ്യുന്ന അറിയോ? അവരുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങള് ചിലപ്പോ എല്ലാം തുറന്നു പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് ജോലി കിട്ടിയെന്ന് വരില്ല കണ്ടോ. അപ്പൊ അങ്ങനെ എന്താ പറയാ, എംപ്ലോയ്മെന്റില് ചാൻസ് കുറയുമെന്ന് കരുതി അല്ലെങ്കിൽ ജോലിയുടെ ആ ഒരു ഇത് നോക്കിയിട്ടേ ചിലര് മൊത്തം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. Most of the employers wanted to check whether the candidate has any criminal record or not. കേട്ടോ, മിക്ക എംപ്ലോയീസും എന്ത് ചെയ്യണം? എംപ്ലോയർ, തൊഴിലുടമയും ചെക്ക് ചെയ്യണം കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ചിലപ്പോ നമ്മൾ പഴയ കമ്പനിയിൽ നിന്ന് വല്ല അടിപിടിയായിട്ടോ വല്ല കേസായിട്ടൊക്കെ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് പുറത്തു വിട്ടതായിരിക്കാം, പറഞ്ഞു വിട്ടതായിരിക്കാം. എന്നിട്ട് ഈ കമ്പനിയിൽ വന്നപ്പോ പറയും എനിക്ക് അവിടെ വർക്കിംഗ് പാടാണ് അല്ലെങ്കിൽ സാലറി കുറവായതുകൊണ്ട് വന്നേന്നൊക്കെ നോളം അറിയാൻ വേണമെങ്കിൽ അല്ലേ. അപ്പൊ എന്താ പറയാ, ഇവരിങ്ങനെ വേറെ സ്ഥലത്ത് നിന്നൊക്കെ വന്നു കഴിയുമ്പോ ഇവരൊന്ന് അന്വേഷിക്കുന്ന, റെഫറൻസ് ചെയ്യണം. അയാളോടെ വല്ല പ്രശ്നമാക്കിയിട്ട് വന്നാണോ, എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതായത് നമ്മൾ കാൻഡിഡേറ്റ്സ് ഒഴിവാക്കി നിർത്തിയേക്കുന്ന വിവരങ്ങള് അത് ചെക്ക് ചെയ്യാൻ. ക്ലിയർ അല്ലേ?
നാലാമത് നോക്കിയേ, സെർവ് ആസ് എ പ്രിഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്. ജോബിന്റെ വിജയത്തിലെ പ്രിഡിക്റ്റർ ആയിട്ട് സെർവ് ചെയ്യാൻ. ഓക്കെ, റെഫറൻസ് ചെക്ക് ഈസ് യൂസ്ഡ് ടു പ്രിഡിക്റ്റ് the ability of job applicant to perform the task and duties. Reference check എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്, എന്താ പറയാ, പ്രവചിക്കാനായിട്ട്. ഈ കാൻഡിഡേറ്റ്സിന് ആ ടാസ്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ട് കഴിവുണ്ടോ എന്ന് പ്രവചിക്കാൻ അല്ലെ. അവരുടെ റെഫറൻസ് ഒക്കെ നോക്കി കഴിയുമ്പോ അവര് നല്ല പെർഫെക്റ്റ് ആണ്, ആ പഴയ കമ്പനിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാലോ അല്ലെ. ആള് കൊള്ളാം, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കത് അവർക്കടെ ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി പ്രിഡിക്റ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ നല്ല കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോബിൽ വിജയമായിരിക്കും. Predictor of job success. Then hence it can be used to forecast the job success. Then the forecast ചെയ്യാൻ വെച്ചാൽ മുൻകൂട്ടി കാണുക എന്നുള്ള മീനിങ് ആണ് പ്രവചിക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ്, ജോബിന്റെ വിജയം മുൻകൂട്ടി കാണാനും ഈ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി നമ്മൾ ഓക്കെ, നമ്മളത് ഇങ്ങനെ കൊള്ളാം, അയാൾ നന്നായിട്ട് ചെയ്തോളൂ എന്നൊക്കെ നമുക്ക് ഒരു പ്രിഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ജോബ് സക്സസും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റത്തെ നോക്കിയേ, വില്ലിംഗ്നെസ് ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ദ ആപ്ലിക്കൻസ്. വില്ലിംഗ് തയ്യാറാവുകയാണെങ്കിൽ, പാസ്റ്റ് അല്ലെങ്കിൽ മുന്നുള്ള കറന്റ് എംപ്ലോയർ വീണ്ടും ആപ്ലിക്കന്റിനെ റീഹയർ ചെയ്യാനായിട്ട്, വീണ്ടും നിയമിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ, ആപ്ലിക്കൻസിനെ വീണ്ടും നിയമിക്കാനുള്ള സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ, if the previous or current employer is eager to rehire the applicants, വീണ്ടും അവരെ നിയമിക്കാൻ, അവരെ എന്താ പറയാ, അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ, it helps to a clear view of the candidate's potential. കാൻഡിഡേറ്റ്സിന്റെ ആ കഴിവുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കാനും ഈ റെഫറൻസ് ചെക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ 5 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ജോബ് ആപ്ലിക്കൻസ് പറഞ്ഞ വിവരങ്ങൾ ശരിയാണോ എന്ന് നോക്കാൻ, ഈ ഇന്റർപേഴ്സണൽ സ്കിൽസ് അത് മനസ്സിലാക്കാനായിട്ട്, പിന്നെ അടുത്തത് കാൻഡിഡേറ്റ്സ് ഒഴിവാക്കി നിർത്തിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ട്, പിന്നെ പ്രിഡിക്റ്റർ ഓഫ് ജോബ് സക്സസ്, ജോലിയുടെ വിജയത്തിൽ മുൻവിധി പ്രവചിക്കാനായിട്ട്, പിന്നെ ആപ്ലിക്കൻസിനെ ആ പാസ്റ്റ് എംപ്ലോയർ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയർ റീഹയർ ചെയ്യാൻ വില്ലിംഗ് ആവുകയാണെങ്കിൽ, തയ്യാറാവുകയാണെങ്കിലും ഈ റെഫറൻസ് ചെക്ക് ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ 5 പോയിന്റ്സും? ഓക്കെ, എന്താണ് തമ്പ് വന്നില്ലല്ലോ? അയച്ചു പറയണോ? അല്ലെങ്കിൽ ഉടനെ തമ്പ് വന്നതാണ്. അതാണ് നിങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. എന്നുവെച്ചാ ഓക്കെ അല്ലേന്ന് ഞാൻ ചോദിച്ച കഴിയേണ്ട താമസം അവിടെ തമ്പ് വന്നു കഴിഞ്ഞു. നല്ലൊരു മോട്ടിവേഷനാണ് ശരിക്കും. നമ്മൾ ഉന്തി കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കുട്ടികളാണ് നിങ്ങൾ കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് വീണ്ടും ആ ഒരു ഭയങ്കര ഒരു ഇതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് നോക്കിയേ, ഇനി എന്തൊക്കെയാണെന്നാണ് ഈ റെഫറൻസ് ചെക്കിനുള്ള മെത്തേഡുകൾ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, റെഫറൻസ് ചെക്കിങ് നടത്തണമെന്ന്. ഏതൊക്കെ രീതിയിലൂടെ, ഏതൊക്കെയാണ് ആ മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്കിങ്? ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മെത്തേഡ്സ് നോക്കാം, ചില നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ്. ഒന്നാമത്തെ എങ്ങനെ റെഫർ ചെയ്യണേ? എന്തിന് ബേസ് ചെയ്തിട്ടാ? ഇന്റർനെറ്റിൽ കൂടെ. രണ്ടാമത്തെയാണ് ടെലിഫോൺ റെഫറൻസസ്, ഫോണിൽ കൂടെ റെഫറൻസ് നടത്തും. അടുത്തത് മൂന്നാമത്തെ റിട്ടേൺ റെഫറൻസസ്. അടുത്തത് പേഴ്സണൽ റെഫറൻസസ്. അടുത്തതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ പല റെഫറൻസിലുള്ള മെത്തേഡ്സ് ആണ്. ഒന്നാമത്തെ ഇന്റർനെറ്റ് based references. Internet based references is a method of inquiring and checking the information given by the candidates online with the help of a computer. First sentence underline ചെയ്തിട്ടോ. അപ്പൊ അവിടെ ചോദിക്കും ഏത് തരം റെഫറൻസ് ആണെന്ന്. Dash reference is a method of, അല്ലെങ്കിൽ method of inquiring അങ്ങനെ എന്നിട്ട് is called, അത് ഏത് റെഫറൻസ് ആണെന്ന് ചോദിക്കാം. ഇങ്ങനെ അവിടെ ഡാഷ് എന്നിട്ട് ഫസ്റ്റ് സെന്റൻസ് ഡാഷ് ഇട്ട് ചോദിക്കാം.
Okay. അവിടെ എങ്ങനെയാണ് the method of enquiring and checking the information given by the candidates നൽകിയിട്ടുള്ള വിവരങ്ങള് അതെങ്ങനെയാണ് അത് അവിടെ അന്വേഷിക്കുന്നതും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ എന്തിന്റെ സഹായത്തോടു കൂടിയാ online with the help of the computerന്റെ സഹായത്തോടു കൂടി. Okay. In this method, അതപ്പോ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പറയാലോ ഏതാ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ആണ് കേട്ടോ അത്. In this method, the employers use various search engines such as Yahoo, Google, etc. ഈ മെത്തേഡില് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നു? യൂസ് വേരിയസ് സെർച്ച് എഞ്ചിൻ. ഇത് സെർച്ച് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുന്നു. സച്ച് ആസ് യാഹൂ, ഗൂഗിൾ, എക്സെട്ര. ഏതൊക്കെയാ? യാഹൂ, ഗൂഗിൾ. അതൊക്കെ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാറില്ലേ? അല്ലേ? ഗൂഗിൾ സെർച്ച് ചെയ്യാറില്ലേ? ഇത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺലൈൻ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള റെഫറൻസിന് അവർ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ഏതൊക്കെയാ? ഗൂഗിൾ, യാഹൂ. അതൊന്നും നോട്ട് ചെയ്തോട്ടോ. ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസസ് എംപ്ലോയേഴ്സ് യൂസ് വേരിയസ് സെർച്ച് എഞ്ചിൻസ് സച്ച് ആസ്. ഏതൊക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്? അല്ലെങ്കിൽ വേരിയസ് സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയാണ്? ഗൂഗിള്, യാഹൂ. രണ്ടെണ്ണം നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആ ടെക്സ്റ്റിലുള്ള രണ്ടെണ്ണം നോട്ട് ചെയ്യണം. ഇനി ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞത് നോക്കാം. ടു വെരിഫൈ ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഈസ് ട്രൂ ഓർ നോട്ട്. അല്ലെ, നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഏതികൂടെ? ഇന്റർനെറ്റിൽ കൂടെ ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഗൂഗിൾ, യാഹൂ ഇതൊക്കെ വഴി ആണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്. Nowadays, internet-based reference checks are being popular in India. ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലർ ആണെന്ന് among the various organizations because now employers want to make the less effort for reference check. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ പോപ്പുലർ ആണെന്ന് പറയാൻ കാര്യം? വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണത് നമ്മൾ പോയി അന്വേഷിക്കേണ്ടേ അങ്ങനെയുള്ള പാടുണ്ടോ അവിടെ? ഇല്ല. ലെസ് എഫേർട്ട് കുറവാണെന്ന് എംപ്ലോയറിന് മനസ്സിലായോ? Now the employers want to make less effort for reference check. Reference checkന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് മതി എംപ്ലോയേഴ്സിന്. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി പോപ്പുലർ ആണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഒന്നാമത്തെ പോയിന്റ്? ഓക്കെ ആണോ? മനസ്സിലായി മിസ്സേ. അത്രയും നീളത്തിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരു തമ്പിട്ടാ മതിയല്ലോ. നിങ്ങൾക്ക് പണിയെളുപ്പുണ്ട്. ടൈപ്പ് ചെയ്തോണ്ട് ഇടണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു തമ്പിടാ. 1-2 പേര് തമ്പിട്ട എനിക്കറിയാലോ. നിങ്ങൾക്ക് ഓക്കെ ആയില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ മനസ്സിലായവര് തമ്പിട്ടില്ലെങ്കിൽ പോലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്തായാലും തമ്പിടണം കേട്ടോ. മിസ്സേ തമ്പിടണമെന്നല്ല, ഒരു റോങ് ഇട്ടാ മതി മിസ്സേ. അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് പറയണം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. രണ്ടാമത്തെയാണ് ടെലിഫോൺ റെഫറൻസ്. അപ്പൊ ഇവിടെ എങ്ങനെയാ? ഫോണിൽ കൂടിയാണ് റെഫറൻസ് നടത്തുന്നത്. കാൻഡിഡേറ്റ്സ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാണോ എന്ന് അറിയണ്ടേ നമുക്ക്? അതിനു വേണ്ടി That method is one of the easiest method of reference check. Reference checkലെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡുകളിൽ ഒന്നാണ് ടെലിഫോൺ റെഫറൻസ്. ഈസി മെത്തേഡ്സിൽ ഒന്നാണ് ടെലിഫോൺ റെഫറൻസ് എന്ന് പറയുന്നത്. In this method, employers may verify the candidate's information over the phone. Underline ചെയ്ത സെന്റൻസ്. ഫോണിൽ കൂടെയാണ് കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യുന്നത്. ഏത് റെഫറൻസില്? ടെലിഫോൺ റെഫറൻസില്. മാറിപ്പോവില്ലോ അല്ലെ? ഇതിക്കടെയാ ഫോണിൽ കൂടെ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം ടെലിഫോൺ റെഫറൻസ് ആണ്. ഞാൻ കുഞ്ഞു സൂത്രപ്പണികളൊക്കെ ആയിട്ടോ ഞാൻ പറഞ്ഞത് ഓർക്കാൻ വേണ്ടിയിട്ട്. ആ സെന്റൻസ് കാണുമ്പോ തന്നെ അറിയാം. ഇതിനകത്ത് ഈ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻ എംപ്ലോയർ എങ്ങനെയാ വെരിഫൈ ചെയ്യണേ? ഇതിക്കൂടെ ഓവർ ദ ഫോൺ. ഫോണിൽ കൂടെയാണ് വെരിഫൈ ചെയ്യുന്നത്. A telephone reference check allow the employer to assess the tone of applicant's previous employer and then determine the truthfulness of the data about the applicants. ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്?
Okay, telephone reference checks allow the employer to assess the tone of the previous employer, applicant's previous employer. അല്ലെ, നമ്മളിപ്പോ ഫോണില് ഇയാള് മുന്നിൽ ജോലി ചെയ്ത കാൻഡിഡേറ്റ്സ് മുന്നിൽ ജോലി ചെയ്ത സ്ഥാപനത്തില് അവരുമായിട്ട് ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ടോണിന്ന് അറിയാൻ പാടില്ലേ, ഇല്ലേ, ആ സംസാരത്തിൽ നിന്ന് അറിയാൻ പാടില്ലേ, ഇന്നയാൾ എങ്ങനെയുണ്ട്, എങ്ങനെയാ വർക്കിംഗ് ഒക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ടോണിന്ന് അറിയാൻ പറ്റൂലേ, അല്ലേ? അല്ലെങ്കിൽ ബെറ്റർ ആണെങ്കിൽ ഓക്കെയാണ്, അയാള് നല്ല സ്മാർട്ടാണ്, നന്നായിട്ട് വർക്കിംഗ് ചെയ്തുള്ള ആളാണ്, അങ്ങനെയൊക്കെ പറയൂലേ. അപ്പൊ ആ സംസാരത്തിൽ നിന്ന് അറിയാൻ പാടില്ലേ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ഫോൺ വിളിക്കുമ്പോ നമ്മളോട് നല്ല സ്നേഹമായിട്ട് സംസാരിക്കുന്നത്, ഇഷ്ടമല്ലാതെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂലേ, അല്ലേ? എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ വേണോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ, ആ ടോണിന്ന് തന്നെ മനസ്സിലാവൂലേ നമ്മൾ വിളിക്കുന്നത് ഇഷ്ടമായിട്ട് സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ സംസാരിക്കുന്നതാണോ എന്നൊക്കെ പെട്ടെന്ന് നമുക്കറിയാം. അത് തന്നെ. അപ്പൊ ആ ടോണിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക്. കണ്ടോ, applicant previous employer and then determine the truthfulness of data about the applicant. അപ്പൊ അതിന്ന് നമുക്ക് മനസ്സിലാക്കാം ആപ്ലിക്കൻസിന്റെ ഡേറ്റ, ആപ്ലിക്കൻസ് തന്നിട്ടുള്ള ഡേറ്റയുടെ സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ്, വിശ്വസ്തത, അല്ലെ, ട്രൂത്ത് ആണോ പറഞ്ഞ ഡേറ്റ എന്നൊക്കെ ഉള്ളത് അതിന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഇനി അപ്പൊ ആ രണ്ടാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയ റിട്ടേൺ റെഫറൻസ് ആണ്. മൂന്നാമത്തെ ഏതാണ്? ഇങ്ങനെയാ നമ്മൾ റെഫറൻസ് നടത്തുന്നത് റിട്ടേൺ ആയിട്ട്. ഇത് റിട്ടേൺ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് എ ലെറ്റർ ഈസ് യൂസ്ഡ് ടു ചെക്ക് ഓർ എക്വയർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. അണ്ടർലൈൻ ചെയ്തേ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ എൻക്വയറി ചെയ്യുന്നത് എന്താ, ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ലെറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് നോക്കി, അതായത് a large amount of information is collected by the HR department of the candidate's previous organization. ആ കാൻഡിഡേറ്റ്സിന്റെ മുന്നുള്ള മുന്നുള്ള ആ സ്ഥാപനം, കാൻഡിഡേറ്റ്സ് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനമില്ലേ, അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? മുന്നേ ഞാൻ ജോലി കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കുറിച്ചുള്ള ഡേറ്റ അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് റെഫർ ചെയ്യുന്നത്. കണ്ടോ, the data collected by the HR department at the previous employer of the candidates. അതായത് HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് എംപ്ലോയർ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവർ എഴുതി വെച്ചിട്ടില്ലേ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഫയലാക്കി വെച്ചിട്ടില്ലേ, റെക്കോർഡ് ചെയ്തേക്കണേ, ആ ഡേറ്റയാണ് mentioned by the candidates. This method is very time consuming. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ റിട്ടേൺ റെഫറൻസ് എന്ന് പറയുന്നത് ഒത്തിരി സമയം എടുക്കുന്നതാണ്. The questions in return request reference should be direct, simple and related to the job. റിട്ടേൺ റിക്വസ്റ്റ് റെഫറൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്, സിമ്പിൾ, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. Return reference should be used for exempt and non-exempt employees. ഒഴിവാക്കപ്പെട്ടതും ഒഴിവാക്കപ്പെടാത്തതുമായിട്ടുള്ള എംപ്ലോയീസ്, അവർക്ക് വേണ്ടിയിട്ട് ഈ റിട്ടേൺ റെഫറൻസ് ഉപയോഗിക്കാം. ഇപ്പൊ നിലവിലുള്ളതും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ്, അവരെ കുറിച്ചൊക്കെ ആ റിട്ടേൺ റെഫറൻസ് ഉപയോഗിക്കാം. Return reference should be used for exempt and non-exempt employees. ഇനി അടുത്തതാണ് നാലാമത്തെ പേഴ്സണൽ റെഫറൻസ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ, PERSONAL, വ്യക്തിപരമായിട്ടുള്ള റെഫറൻസ്, പേഴ്സണൽ റെഫറൻസ്. Many organization gives reference form to the candidates in which the name of no people are requested. ഇപ്പൊ നമ്മളോട് റെഫറൻസിനായിട്ട് ഇപ്പൊ ആരെങ്കിലും നമ്മളിപ്പോ ആ കമ്പനിയിലാണെങ്കിലും നമ്മൾ അറിയാവുന്നവരുടെ പേരൊക്കെ വെക്കാൻ പറയും, അവരുടെ ഫോൺ നമ്പർ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒക്കെ ആയിട്ട്, അല്ലെ? അതായത് വ്യക്തികളെയാണ് അവിടെ റെഫറൻസിന് എടുക്കുന്നത്. മനസ്സിലായോ? വ്യക്തികളെയാണ്, പേഴ്സണെയാണ് അവിടെ റെഫറൻസ്. ഇങ്ങനെ ഫോണിൽ കൂടെ ചോദിക്കോ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ നെറ്റിൽ കൂടി ഒന്നും അല്ല, നേരെ വ്യക്തികളോടാ ചോദിക്കണേ. ഇപ്പൊ സൗമ്യനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചിലപ്പോ റെഫറൻസ് ചെയ്യണമെങ്കിൽ കാവ്യോടായിരിക്കും ചോദിക്കുന്നത്. അതായത് പേഴ്സണൽ, അവിടെ വ്യക്തികളെയാണ് റെഫറൻസിനായിട്ട് എടുക്കുന്നത്.
reference form to the candidates in with the name of known people are requested. It is lengthy process and sometimes this process is not useful. ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാ. എന്നാൽ ചില സമയത്ത് ഇത് എന്താണ് അത്രയും ഉപയോഗപ്രദമല്ല. And sometimes this process ചില സമയത്ത് ഈ ഒരു പേഴ്സണൽ റെഫറൻസ് എന്ന് പറയുന്നത് അത്രയും യൂസ്ഫുൾ അല്ല എന്ന്. Personal reference should only be used in those cases where there no option for any other reference check. അതായത് മറ്റു റെഫറൻസ് ചെക്കിനുകൾക്കുള്ള ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പേഴ്സണൽ റെഫറൻസ് പറയുള്ളൂ. എന്താന്ന് വെച്ചാൽ കാര്യേ ഇപ്പൊ ഇവിടെ നൂറിയനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അല്ലെ, അപ്പൊ ഞാനത് നല്ലോണല്ലേ പറയുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയൊരു ചീത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയോ? ഇല്ല. ആ ആള് കൊള്ളാം, നല്ല മിടിക്കാണ്, അങ്ങനെയൊക്കെയല്ലേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നല്ല ഇതല്ലേ. നിങ്ങളുടെ റിലേറ്റീവ്സിനോട് നിങ്ങളെ കുറിച്ച് റെഫറൻസ് വിളിച്ച് ഇതായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ പറയുള്ളൂ. അപ്പൊ അതാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കണ്ട. അപ്പൊ അതുകൊണ്ട് അത്രയാണ് എന്തല്ല, നമുക്കത് വ്യക്തിയാണ്. പിന്നെ ചില ഇതിനകത്തൊന്നും അത് യൂസ്ഫുൾ അല്ലാന്ന് കണ്ടോ. അതാണ് അവിടെ പറയുന്നത്. In this method, employees get a clear picture of the applicants because this type of reference check is conducted by the people who know very little about the applicants. പിന്നെ ഒരു കാര്യം എങ്ങനെയാണെന്നറിയോ, നമുക്കിപ്പോ നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവിനോടൊക്കെ ചോദിച്ചാൽ നമ്മളുടെ പൊക്കി തന്നെ പറയുള്ളൂ. ചീത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. ആ കൊള്ളാം, നല്ല മിടുക്കനാണ്, നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും. പക്ഷെ ഇത് എപ്പോഴാണ് ഒരു നമ്മള് എംപ്ലോയിനെ കുറിച്ച് ഒരു നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുന്നത് എപ്പോഴാ? നമുക്ക് അധികം അറിയാവുന്ന ആളല്ലാതെ കുറച്ചറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മാത്രമാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് ആ ഒരു എന്താ പറയാ ഒരു കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളവരോടൊന്നും ചോദിക്കാതെ നമ്മൾ കുറച്ച് കണ്ടാതെ പറഞ്ഞേക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് എംപ്ലോയി ഗെറ്റ് എ ക്ലിയർ പിക്ചർ. എംപ്ലോയിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു പിക്ചർ എപ്പോഴും കിട്ടുന്ന എപ്പോഴാ? ബിക്കോസ് ദിസ് ടൈപ്പ് ഓഫ് റെഫറൻസ് ഈസ് കണ്ടക്ടഡ് ബൈ ദ പീപ്പിൾ ഹു നോ വെരി ലിറ്റിൽ അബൌട്ട് ആപ്ലിക്കൻസിനെ കുറിച്ച് അധികം അറിവില്ലാത്ത ആളുകൾ അത് കണ്ടക്ട് ചെയ്യുമ്പോഴാണ്. റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനാണ് അത് റെഫറൻസ് ചെക്ക് അത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്രയും ക്ലിയർ ആയിട്ടുള്ളത് കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. അവിടെ എംപ്ലോയി എന്നല്ല കേട്ടോ, അവിടെ ഇതാണ് എംപ്ലോയർ എന്നാണ് കേട്ടോ. എംപ്ലോയറിന് ഒന്ന് നോക്കി, എംപ്ലോയറിനാണ്. എംപ്ലോയർ ഗെറ്റ് എ ക്ലിയർ പിക്ചർ. എംപ്ലോയറിന് എപ്പോഴും ഒരു ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ ലഭിക്കുന്നത് എപ്പോഴാണ്? ആ ആപ്ലിക്കൻസിനെ കുറിച്ച് അധികം അറിവില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നേരിട്ട് അധികം ബന്ധമില്ലാത്ത അറിയാത്ത ആളുകള് ആ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുമ്പോഴാണ്. എന്നോടാണ് അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല ഇതൊക്കെയാണ് എഴുതിയിരിക്കുള്ളൂ അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. എംപ്ലോയർ എന്നാക്കാം കേട്ടോ. അതൊന്ന് എംപ്ലോയി എല്ലാം എംപ്ലോയർ എന്നൊന്നാക്കി വെച്ചേക്കാം. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു മിസ്റ്റേക്ക് ആണ്, എംപ്ലോയർ ആണ്. EMPLOYER എംപ്ലോയറിന്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. In this method, the employer can use a educational institutions ആണ് to verify the candidates information. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേടുന്നതിന് ആരെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാൻഡിഡേറ്റ്സ് മുന്നേ പഠിച്ച സ്ഥാപനങ്ങളില്ലേ, അവിടെയാണ് റെഫറൻസ് ചോദിക്കുന്നത്. This method is used to check the integrity of the educational record provided by the candidates. ആ കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള എന്താ പറയാ എഡ്യൂക്കേഷണൽ റെക്കോർഡ്, ആ കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സ് നൽകിയിട്ടുള്ള വിവരങ്ങളില്ലേ, അതിന്റെ സമഗ്രത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നോക്കുന്നത്. അവിടെ ചോദിച്ചാൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും അധികം അറിയണമെന്നില്ല, എന്നാൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ പഠിച്ച സ്ഥാപനത്തിൽ ചോദിച്ചറിയാം. ഇന്ന ആള് ഏത് വർഷമാണ് ആ കോഴ്സ് പാസ്സായത്, ഇന്നത് പാസ്സായിട്ടുണ്ടോ, അത് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് എന്നപ്പോഴും നമ്മുടെ
നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്, നമ്മൾ മുന്നിൽ പഠിച്ച സ്ഥാപനത്തിലുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ അവിടെ ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് റെഫറൻസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 5 മെത്തേഡാണ് നമ്മൾ റെഫറൻസ് ചെക്കിൽ പറയുന്നത്. ഒന്നാമത്തെ ഇന്റർനെറ്റിൽ കൂടെ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇതിൽ കൂടെ അറിയുന്നത് ഇന്റർനെറ്റിൽ കൂടെ, ടെലിഫോൺ ആണെങ്കിൽ ഫോണിൽ കൂടെ. തേർഡ് ഒന്നുകൂടി പറയാം, ഓക്കെ പറയാലോ. പിന്നെ മൂന്നാമത്തെയാണ് റിട്ടേൺ റെഫറൻസ് എന്ന് പറയുന്നത്, പറയാം കേട്ടോ. പിന്നെ പേഴ്സണൽ റെഫറൻസ് നമ്മളെ അറിയാവുന്ന അല്ലെങ്കിൽ അധികം നമ്മളെ അറിയാവുന്ന ആളുകളൊക്കെ ഒരു വ്യക്തികളെയാണ് അവിടെ റെഫറൻസ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് മുന്നിൽ പഠിച്ച സ്ഥാപനമില്ലേ, ആ മുന്നിൽ പഠിച്ച സ്ഥാപനങ്ങളെയാണ്. അപ്പൊ അവിടെ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കറക്റ്റ് വിവരം കിട്ടുന്നതിന്. ഇവിടെ ശ്രുതി ചോദിച്ചിട്ടുണ്ട് റിട്ടേൺ റെഫറൻസ്. റിട്ടേൺ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് നമ്മള് ഇവിടെ എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ്, എഴുതി വെച്ചിട്ടുള്ള ലെറ്റർ, അല്ലെങ്കിൽ നമ്മളിപ്പോ മുന്നേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആ സ്ഥാപനത്തില് HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കുറിച്ചുള്ള റെക്കോർഡ് അവിടെ ഉണ്ട്. നമ്മുടെ റെക്കോർഡ് അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, റിട്ടേൺ റെക്കോർഡ് അവിടെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ വേറെ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ മുന്നിൽ പഠിച്ച സ്ഥാപനം ഏതാണെന്നൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ അവരോട് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പോരാനുള്ള കാര്യം എന്താണ്, അങ്ങനെ വേണമെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയല്ലേ നമ്മൾ റെഫറൻസ് ചെക്ക് നടത്തുന്നത്. അപ്പോ ആ കാൻഡിഡേറ്റ്സ് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ HR ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന വിവരങ്ങൾ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ റെഫറൻസിനായിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയോ നോക്കി ശ്രുതിക്കുട്ടിക്ക്? ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് 4th പോയിന്റ് പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇപ്പൊ എന്നെ കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച്, അതായത് കാവ്യനെ കുറിച്ച് എന്തെങ്കിലും കാര്യം, കാവ്യ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ കാവ്യ വരികയാണ്, അപ്പൊ അവിടെ ജോലിക്ക് വേണ്ടി വരികയാണ്. കാവ്യ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്കതൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നേരെ കാവ്യനെ അറിയാവുന്ന ഒരാള് സൗമ്യ, അപ്പൊ സൗമ്യയോട് ഞാൻ വിളിച്ച് ചോദിക്കുകയാണ് ആ കുട്ടി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് നേരെ ചോദിക്കുന്നു. അതാണ് ഒരു വ്യക്തികളെയാണ് അവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. കണ്ടോ, മറ്റു വ്യക്തികളോടാണ് അവരെ കുറിച്ച് അന്വേഷിക്കുന്നത്. പിന്നെ ലാസ്റ്റ് മെത്തേഡിൽ പോയിന്റിൽ പറഞ്ഞേക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എംപ്ലോയറിന് ആ വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ ലഭിക്കണമെങ്കിൽ അവരെ കുറിച്ച് അധികം അറിയാത്ത ആളുകള് ആ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ എന്നോടാണ് ആ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞേക്കണെങ്കിൽ ഞാൻ കാവ്യനെ കുറിച്ച് നല്ലതേ അവിടെ പറയുള്ളൂ, അല്ലെ? എന്നാൽ ഞാനും കാവ്യയും തമ്മിൽ വലിയ റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോകും. മനസ്സിലായോ? അവിടെ അത് വ്യക്തികളോടാണ് ഇത് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? ഓക്കെ ശ്രുതി. ഓക്കെ, ഇനി അടുത്തതാണ് ലാസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം എന്തിനാ, നമുക്കൊരു ജോലി കിട്ടാനല്ലേ, നിയമനം, സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ. ലാസ്റ്റ് ആണ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അയാൾ അവിടെ നിയമിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സെലക്ഷൻ അല്ലെങ്കിൽ നിയമന തീരുമാനം, ഹയറിംഗ് ഡിസിഷൻ. Okay, a selection or hiring decision should be made after interviewing the candidates for a position. എപ്പോഴാ ഇത് നടത്തുന്നേ? ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണോ ചെയ്യണേ? അല്ല, അല്ലെ? ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എപ്പോഴാ? selection or hiring decision should be made after interviewing the candidates. കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം അല്ലേ? കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിന് ശേഷമാണ് അവിടെ നിയമന തീരുമാനം എടുക്കുന്നത്. ഇയാളെ നിയമിക്കാൻ പറ്റുമോ ഇല്ലയോ, നിയമിക്കണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The employer must identify which candidates is suitable for the job. എംപ്ലോയർ തിരിച്ചറിയണം ഏത് കാൻഡിഡേറ്റ്സ് ആണോ ആ ജോലിക്ക് സ്യൂട്ടബിൾ എന്നുള്ളത് എംപ്ലോയർ ഐഡന്റിഫൈ ചെയ്യണം. ഹയറിംഗ് ഡിസിഷൻ ആർ കൺസിഡേർഡ് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ് ഡിസിഷൻ വിച്ച് ആൻ എംപ്ലോയർ ടേക്ക്. ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം എന്ന് പറയുന്നത് എന്താ?
are considered as the most important business decision. ബിസിനസ് ഡിസിഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിയമന തീരുമാനം എന്ന് പറയുന്നത്. ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് എംപ്ലോയർ എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഹയറിംഗ് ഡിസിഷൻ അല്ലെ. അയാൾ ആ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനും സ്കിൽസും എല്ലാം നോക്കിയിട്ട് വേണം, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവർ വേണം അങ്ങോട്ടേക്ക് സെലക്ട് ചെയ്യാൻ, എന്നാലല്ലേ കമ്പനിക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് ഒരു എംപ്ലോയർ എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതുന്ന ഡിസിഷൻ ആണ് ഹയറിംഗ് ഡിസിഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. Thus, hiring decisions are vital for the success of the organization. അപ്പൊ ഈ നിയമന തീരുമാനം എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് വിജയത്തിന് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്താ, നമ്മൾ നല്ല ക്വാളിഫിക്കേഷനുള്ള നല്ല സ്കില്ലുള്ള കറക്റ്റ് ആയിട്ടുള്ള ആളെ വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട് നിയമിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനം വിജയത്തിലേക്ക് എത്തുള്ളൂ. കുറച്ച് ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്നൊക്കെ നിയമിച്ചു വെച്ചാൽ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഓർഗനൈസേഷന്റെ വിജയത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആ നിയമന തീരുമാനം എന്ന് പറയുന്നത് തന്നെ. A poor hiring decision can have a serious consequence. അല്ലെ, ഒരു ഒരു poor ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലോണം അല്ലാത്തൊരു നിയമന തീരുമാനം എന്തുണ്ടാക്കും കമ്പനിക്ക്. കറക്റ്റ് ആളെയല്ല അപ്പൊ കൊണ്ടുവന്ന് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്തത് അല്ലെ. നിയമന ഹയറിംഗ് ഡിസിഷൻ എല്ലാം കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അല്ല. അങ്ങനെ അല്ലെങ്കിൽ എന്താ പറ്റുക, അവിടെ എന്തുണ്ടാവും, കമ്പനി എന്ത് ഫേസ് ചെയ്യേണ്ടി വരും, പല കോൺസിക്വൻസ് ഉണ്ടാവും അല്ലെ. ഒരു കണക്ക് ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് ക്ലറിക്കൽ വർക്കിലേക്ക് നമ്മൾ തിരുത്തുകയാണ്, ഓഫീസ് ജോലിയിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് മര്യാദയ്ക്കൊക്കെ നോക്കാൻ അറിയില്ലെങ്കിൽ കണക്കിൽ കശിപ്പ് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് വലിയ നഷ്ടം വരുമോ ഇല്ലയോ? നഷ്ടം വരൂലേ. അപ്പൊ അതിന്റെ ഫലം കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമായിരിക്കും അല്ലെ. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി വലിയൊരു നഷ്ടം വേണമെങ്കിൽ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രത്തോളം പ്രധാനമുണ്ട് ഏത് കമ്പനിയെ സംബന്ധിച്ച് ഈ നിയമന തീരുമാനം എന്ന് പറയുന്നത്. Manager must determine whether the candidate is capable of performing the job effectively and whether he or she has all the skills, experience and education which are essential for this job. അപ്പൊ മാനേജർ എന്ത് നിർണ്ണയിക്കണം? മസ്റ്റ് ഡിറ്റർമിൻ എന്താ നിർണ്ണയിക്കണം? ഈ കാൻഡിഡേറ്റ്സ് ആ ജോലി നല്ല കാര്യക്ഷമമായിട്ട് അല്ലെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവൻ ക്യാപ്പബിൾ ആണോ, ആ കാൻഡിഡേറ്റ്സിന് കഴിവുണ്ടോ എന്നുള്ളത് മാനേജർ ഡിറ്റർമിൻ ചെയ്യണം, നിർണ്ണയിക്കണം. Manager must determine whether the candidate is capable of performing the job effectively. ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആ കാൻഡിഡേറ്റ്സ് എന്താണ് capable ആണോ, കഴിവുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കണം. And whether he or she has all the skill, എല്ലാ സ്കിൽസും ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എഡ്യൂക്കേഷൻ ഉണ്ടോ, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കിൽസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കണം. The following points must be taken into account while making hiring decision. ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. വെറുതെ നമുക്ക് ഒരു ഹയറിംഗ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നോക്കേണ്ടത്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. The following points must be taken into account while making hiring decision. ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന 6 പോയിന്റ്സ് അവിടെ പറഞ്ഞേക്കണം. ഈ 6 പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താന്ന് നോക്കി, ഒന്നാമത്തെ എന്താ, എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി. എന്ത് നോക്കണം? അവന്റെ എക്സ്പീരിയൻസ് നോക്കണം, വർക്ക് ഹിസ്റ്ററി നോക്കണം. എങ്ങനെയാണ് ജോലിയുടെ പണ്ടുള്ള ജോലി എങ്ങനെ ചെയ്തത്, അവന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നോക്കണം. നോളജ് ആൻഡ് എബിലിറ്റി, അവരുടെ നോളജ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കഴിവ്, നോളജ് എബിലിറ്റി നോക്കണം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കണം. എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലം, ലോജിക്കൽ ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി അത് നോക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവർക്കടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നോക്കണം. Then commitment and motivation to perform the work in the company. എന്താ പറഞ്ഞേക്കണേ, കമ്പനിയുടെ ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ള പ്രതിബദ്ധതയും പ്രചോദനവും. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ to perform the work in the company. ആ കമ്പനിയിൽ
കമ്പനിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള നിർവഹിക്കാനുള്ള പ്രതിബദ്ധതയും പ്രചോദനവും നോക്കണം. ആളൊക്കെ ആണോ, നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കമ്പനിയോടുള്ള പ്രതിബദ്ധത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം ഒരു നിയമന തീരുമാനം എടുക്കാൻ. എക്സ്പീരിയൻസ്, വർക്ക് ഹിസ്റ്ററി, നോളജ് ആൻഡ് എബിലിറ്റി, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കണം, ലോജിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കമ്മിറ്റ്മെന്റ് ആൻഡ് കോർഡിനേഷൻ. ക്ലിയർ ആയോ നോക്കിയേ 6 പോയിന്റ്സും? ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. അത് ആ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒരു നിയമന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഒരു 2 സെന്റൻസ് കൂടി ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നിർത്താം. ഹയറിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലെ. ഇത് നിയമന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്കാണ് കേട്ടോ. എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയൊക്കെ നമ്മൾ നിയമിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമില്ല കേട്ടോ. അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, അപ്രോപ്രിയേറ്റ് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുക, ഓർഗനൈസേഷനിൽ നിയമിക്കുക എന്നുള്ളത് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഇഫ് ദ എംപ്ലോയർ ഹാസ് എനി ഡൗട്ട് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് എബിലിറ്റി, ഇനി കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയെ, കഴിവുകളെ കുറിച്ച് എംപ്ലോയറിന് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, then he or she should not hire that person. ആ വ്യക്തിനെ നിയമിക്കാൻ പാടില്ല. ഇപ്പൊ എന്നോട് ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ പേര് വേണ്ട വേറെ ആരെങ്കിലും ഒരാൾ ഇത് ഇങ്ങനെ പറയുമ്പോ ഞാൻ അത് പഠിച്ചതാണ് ഇത് പഠിച്ചാണ് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ എനിക്കത് സംശയം തോന്നുക, പഠിച്ചത് തന്നെയാണോ, എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു സംശയം. ഇപ്പൊ സംസാരത്തിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതൊക്കെ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ എംപ്ലോയറിന് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ച്, കഴിവുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം എംപ്ലോയറിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ വ്യക്തിനെ നിയമിക്കാൻ പാടില്ല. അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ വ്യക്തിനെ നിയമിക്കാൻ പാടില്ല. This one fundamental rule of making a hiring decision. ഇത് നിയമന തീരുമാനത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഫണ്ടമെന്റൽ, ഒരു അടിസ്ഥാന നിയമമാണ്. എന്ത്, എംപ്ലോയറിന് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും, എബിലിറ്റിയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിയമിക്കാൻ പാടില്ല. This is one fundamental rule of making hiring decision. നിയമന തീരുമാനത്തിലെ ഒരു ഫണ്ടമെന്റൽ റൂൾ ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണിത്. ക്ലിയർ ആയോ നോക്കി ഇത്രയും കാര്യങ്ങള്? ഓക്കെ, അല്ലേ? നമുക്ക് സംശയം ഉണ്ടെങ്കിലേ നമ്മൾ ആ സംശയം വെച്ചോണ്ടൊന്നും അവരെ എടുക്കേണ്ട ആവശ്യമില്ല, അവരെ നിയമിക്കേണ്ട കാര്യം കഴിഞ്ഞില്ലേ. അപ്പൊ പിന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംശയം വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ആ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എംപ്ലോയർ തന്നെ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അത്രയും റിസ്ക് എടുക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ നിയമിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങള്? ഓക്കെ, നാളെ ക്ലാസ്സിൽ ഉണ്ടാവില്ലേ എല്ലാവരും? ഈ സാറ്റർഡേ ആയതുകൊണ്ട് പിള്ളേരൊക്കെ വീട്ടിലിരിക്കണോണ്ട് പിള്ളേരെ കൊണ്ട് ഇതൊക്കെ കൂട്ടിക്കോ, അവരും അമ്മയുടെ ക്ലാസ് ഒക്കെ കാണട്ടെ അല്ലേ? ഓക്കെ, അവിടെ അടുത്തിരുത്തിയാൽ മതി. നാളെ ഞാനില്ല അല്ലെ, ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ എനിക്കില്ല, പിന്നീടാണ് നിങ്ങൾക്ക് ട്യൂസ്ഡേ. ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമൊക്കെ ആയിരിക്കുന്നോ? 2 മിനിറ്റ് ഉണ്ടല്ലേ, 2 മിനിറ്റ് അത്ര ഞങ്ങളുടെ ഇനിയിപ്പോ അടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ തീരൂല. അതുകൊണ്ടാണ്. എല്ലാവരും സുഖമായിരിക്കും. എസ് നെറ്റുണ്ട്. ഓക്കെ, പിന്നെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? കറക്റ്റ് ആയിട്ടൊക്കെ വായിച്ചു പോകല്ലേ? സമയം കിട്ടാറുണ്ടോ നിങ്ങക്ക്? വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ ഒന്ന് വായിച്ചു വെക്കാനുള്ള സമയം കിട്ടുമോ? ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കറക്റ്റ് ചെയ്തൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. അപ്പൊ എക്സാമിന് വരുമ്പോ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകില്ല.
നമുക്ക് അല്ലെങ്കിൽ അന്നേ നമുക്ക് ഓരോ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഓരോ ഓർമ്മയുണ്ടാവും. ഇനിയിപ്പോ കാര്യം എനിക്കറിയാം, നമ്മൾ പണ്ടത്തെ ഇതൊന്നും അല്ല അല്ലെ. കുറെ അമ്മമാരൊക്കെ ഇല്ലേ, അവര് പണ്ടൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നല്ല സുഖമായിരുന്നല്ലേ. ഞങ്ങൾ ഓർത്ത ഇടയ്ക്കൊക്കെ. ഇപ്പൊ നമുക്ക് മറ്റേത് അമ്മ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും, നമ്മളൊന്നും അറിയില്ല അല്ലെ. കോളേജിൽ പോകുന്നതിനും ഒക്കെ ചെയ്യുമ്പോ ബാഗിൽ വരെ ഭക്ഷണമാക്കി റെഡിയാക്കി തരൂല്ലേ. നേരെ എടുക്കുക, കോളേജിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, വീണ്ടും ഇരുന്ന് പഠിക്കുക, അത്ര ഒരു ബാധ്യതയുള്ളൂ. പക്ഷെ ഇപ്പൊ ഇല്ലേ, വീട്ടിലെ ജോലി, പിള്ളേരുടെ കാര്യം, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾക്കും കൂടി അതിന്റെ ഒപ്പം പഠിച്ചു പോണം അല്ലെ. ഇപ്പൊ എല്ലാവരും അമ്മേനെ ഓർക്കാറുണ്ടോ? അമ്മേനെ ഓർക്കൂലേ? അയ്യോ അമ്മ അന്ന് എന്തായാലും അമ്മ അന്നേരം അങ്ങനെയൊക്കെ നല്ലായിരുന്നു, എനിക്ക് പുസ്തകമായിരുന്നു എന്നൊക്കെ ഓർക്കാറുണ്ടോ? ഇപ്പൊ വായിക്കാനൊക്കെ ഇരിക്കുമ്പോ ഓർക്കാറില്ലേ? ഇപ്പൊ നമ്മൾ അതല്ല, നമ്മള് അന്നേരം നമുക്ക് അതിന്റെ വില അറിയില്ല. നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞേ നമ്മള് ഇങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോരുമ്പോഴാണ് നമുക്ക് അമ്മയുടെ വില ശരിക്കും അറിയുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ചിലപ്പോ പല കാര്യങ്ങളും ഓർക്കും, അയ്യോ അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോ എന്ത് സുഖമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഓർക്കില്ലേ. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ആ വിലയൊക്കെ അറിയണേ അല്ലെ. ഓക്കെ, അപ്പൊ എന്താ, എന്നാ പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നാളെ അപ്പൊ ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ക്ലാസ്സിൽ കയറുക. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ.